നിങ്ങളും ഞാനും അടക്കമുള്ള മലയാളികൾക്കിടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മെക്കാനിസമാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം കാലങ്ങൾ മുമ്പ് തന്നെ നമ്മളുടെ മുൻകാലത്തുള്ള ആളുകൾക്ക് വളരെ അധികം ഇഷ്ടമുണ്ടായിരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിന്മേല് ഇപ്പോഴും നമ്മളുടെ സാധാരണ ആളുകളിൽ വളരെയധികം പ്രചാരവും ഇൻട്രസ്റ്റും ഉണ്ട് എന്നുള്ളതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ സീരീസ് ആരംഭിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് ഈ വീഡിയോ സീരീസിലെ ആദ്യത്തെ ഭാഗമാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ എന്താണെന്നും എങ്ങനെ ചെയ്യണമെന്നും എങ്ങനെ ചെയ്താൽ ഏറ്റവും ബെനിഫിറ്റ് കിട്ടുമെന്നുള്ള കാര്യങ്ങൾ അടങ്ങുന്ന 12 വീഡിയോകളുടെ ഒരു സീരീസിന്റെ ആദ്യത്തെ വീഡിയോ ആണിത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതിന്റെ പേരിൽ നിന്ന് തന്നെ അത് എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് അറിയാം അല്ലെ. ഫിക്സഡ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാലാവധി ഫിക്സഡ് ആകാം, അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സഡ് ആകാം, അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഫിക്സഡ് ആയിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതും ഉറപ്പാണ്. ഈ 3-4 കാര്യങ്ങളാണ് അതിന്റെ പ്രവർത്തനത്തിനനുസരിച്ച് അതിനങ്ങനെ ഒരു പേര് വരാൻ കാരണം. നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിനെ സമീപിച്ചിട്ട് എനിക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ എത്ര കാലത്തേക്കാണ് എന്നുള്ളത് ചോദിക്കും. അങ്ങനെ എത്ര കാലത്തേക്കാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ഉറപ്പായിട്ടും തരും എന്നുള്ളത് പറയും. അപ്പോൾ അത് കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ട് എന്ന്, എപ്പോൾ, എത്ര രൂപ മുതലായും എത്ര രൂപ പലിശയായും കിട്ടുമെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് ആദ്യമേ തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞു തരാൻ സാധിക്കും എന്നുള്ളതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ഷുവർട്ടി ഉള്ള ഏറ്റവും മികച്ച നിക്ഷേപ പദ്ധതിയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. നമ്മുടെ മിക്കവാറും ആളുകൾക്ക് ഒരു ഷുവർട്ടി വേണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പാരാമീറ്റർ ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് ഇത്രയും ഒരു ഇൻട്രസ്റ്റ് ഉള്ളത്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ സീരീസ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റില് വളരെയധികം കമന്റുകളും ആണ് വന്നത്. ഇനി ഞങ്ങൾക്ക് ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ സീരീസ് 12 വീഡിയോകളുള്ള ഒരു സീരീസ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് ടേം ഡെപ്പോസിറ്റ് എന്നും ടൈം ഡെപ്പോസിറ്റ് എന്നും ഒക്കെ പേരുണ്ട്. അതായത് ഒരു ഫിക്സഡ് ടേമിലേക്ക് ആയതുകൊണ്ട് ടേം ഡെപ്പോസിറ്റ്, ഒരു ഫിക്സഡ് ടൈമിലേക്ക് ആയതുകൊണ്ട് ടൈം ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ആരൊക്കെ സ്വീകരിക്കും അല്ലെങ്കിൽ എവിടെയൊക്കെ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇടാം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാൻ എലിജിബിൾ ആയിട്ടുള്ള കുറച്ച് സ്ഥാപനങ്ങൾ നമ്മളുടെ നാട്ടിലുണ്ട്. നിയമപരമല്ലാതെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ നിക്ഷേപിക്കുന്ന സ്ഥാപനങ്ങളും ആളുകളും നാട്ടിലുണ്ട്. പക്ഷെ അത്തരം സ്ഥാപനങ്ങളിലും ആളുകളിലും നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇൻട്രസ്റ്റ് ചിലപ്പോൾ വലിയ ഇൻട്രസ്റ്റ് കിട്ടിയേക്കാം. പക്ഷെ നമുക്ക് അതിൽ നിന്ന് മുതല് അടക്കം ബാക്കിയെല്ലാം ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് തന്നെ നിയമപരമായി പണം സ്വീകരിക്കാൻ എലിജിബിൾ ആയിട്ടുള്ള സ്ഥാപനങ്ങളെ മാത്രം ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇടാനായിട്ട് നമ്മളുടെ പൈസ കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഹൈറിച്ച് പോലെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ അല്ലെങ്കിൽ മറ്റുള്ള അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ. ഇവിടെയൊക്കെ കൂടുതൽ ലാഭം കിട്ടുന്നതിനായിട്ട് ആളുകള് കണ്ണും മൂക്കും നോക്കാതെ കൊണ്ട് നിക്ഷേപിച്ചിട്ടാണ് ഇവർക്കൊക്കെ പൈസ നഷ്ടം വരുന്നത്. ഇത്തരം സ്ഥാപനങ്ങളോ വ്യക്തികളോ ഒന്നും തന്നെ പണം നിക്ഷേപത്തിനായിട്ട് ഒരു ലാഭം കൊടുക്കുന്ന രീതിയിൽ പണം സ്വീകരിക്കാൻ നിയമപരമായിട്ട് അവകാശമില്ലാത്ത ആളുകളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അത്തരം സ്ഥാപനങ്ങളിലോ ആളുകളിലോ പണം നിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണം പോയാലും നമുക്ക് തിരികെ കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറവോ സാധ്യത ഇല്ല എന്ന് തന്നെയോ പറയാം. അതുകൊണ്ട് തന്നെ നിയമപരമായി പണം സ്വീകരിക്കാൻ എലിജിബിൾ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കുകളാണ്. ബാങ്കുകൾ പബ്ലിക് സെക്ടറിലുള്ള ബാങ്കുകൾ, പ്രൈവറ്റ് സെക്ടറിലുള്ള ബാങ്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പബ്ലിക് സെക്ടറിലുള്ള ഇപ്പൊ കാനറ ബാങ്ക് പോലെ അല്ലെങ്കിൽ SBI പോലെയുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ പ്രൈവറ്റ് സെക്ടറിലുള്ള ബാങ്കുകളായിട്ടുള്ള ICICI ബാങ്ക് പോലെ, HDFC ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങൾ. ഇത് കൂടാതെ സഹകരണ സ്ഥാപനങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ നിയമപ്രകാരം പണം സ്വീകരിക്കും കേപ്പബിലിറ്റി ഉള്ള ആളുകളാണ്. ഇത് കൂടാതെ ബാങ്കുകളിൽ തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്. റിസ്ക് കുറച്ച് കൂടുതലാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഉയർന്ന ഒരു ലാഭത്തിനായിട്ട് നിക്ഷേപിക്കുന്ന ആളുകൾ പലതും ഉണ്ട്. പക്ഷെ അവരും നിയമപരമായിട്ട് പണം സ്വീകരിക്കാൻ
എലിജിബിൾ ആയിട്ടുള്ള ആളുകളാണ്. ബാങ്കുകൾ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഡെപ്പോസിറ്റുകളൊക്കെ സ്വീകരിക്കുന്നത് ട്രഷറി പോലുള്ള സംവിധാനങ്ങൾ. നമ്മുടെ റുപ്പിമംഗിന്റെ ചാനലിൽ ട്രഷറിയെ സംബന്ധിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ എന്റെ പേഴ്സണൽ ഫാമിലി പോർട്ട്ഫോളിയോയിലെ ട്രഷറിയിൽ കുറച്ചധികം നിക്ഷേപങ്ങളുണ്ട്. അപ്പോൾ അത് കൊണ്ട് തന്നെ ഇതേവരെയും വളരെ കൃത്യമായിട്ട് വളരെ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് തരുന്ന സ്ഥാപനങ്ങളാണ് കേരള ട്രഷറികൾ. അപ്പൊ അത് നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന നിയമപരമായിട്ട് ഉറപ്പുള്ള സ്ഥാപനങ്ങൾ തന്നെയാണ്. മറ്റൊന്നാണ് പോസ്റ്റ് ഓഫീസുകൾ. പോസ്റ്റ് ഓഫീസുകളിലുള്ള 1, 2, 3, 5 വർഷത്തേക്കുള്ള ഡെപ്പോസിറ്റുകൾ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ എന്നുള്ള രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മന്ത്ലി ഇൻകം സ്കീമുകൾ പോലുള്ള സ്കീമുകളുണ്ട്. അതായത് ഒരു നിശ്ചിത എമൗണ്ട് ഇട്ടിട്ട് ഓരോ മാസവും ഇൻട്രസ്റ്റ് കിട്ടുന്ന തരത്തിലുള്ള സ്കീമുകളും പോസ്റ്റ് ഓഫീസുകൾ അവൈലബിൾ ആണ്. ബാങ്കുകളും പോസ്റ്റ് ഓഫീസുകളും ട്രഷറിയും കഴിഞ്ഞാൽ വരുന്ന സ്ഥാപനങ്ങളാണ് NBFCകൾ, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി. ബാങ്ക് എന്നുള്ള കാറ്റഗറിയിൽ പെടാത്ത ഉള്ള സ്ഥാപനങ്ങൾക്കും നിക്ഷേപം സ്വീകരിക്കാൻ പറ്റും, മറ്റുള്ള ആളുകൾക്ക് വായ്പ കൊടുക്കാൻ പറ്റും, മറ്റുള്ള സ്കീമുകൾ നടത്താൻ പറ്റും. അത്തരം സ്ഥാപനങ്ങളെയാണ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾ എന്ന് പറയുക. അത്തരം സ്ഥാപനങ്ങളിൽ പെട്ട പ്രധാനപ്പെട്ട കേരളത്തിലെ സ്ഥാപനമാണ് KSFE. KSFEയിലെ നിക്ഷേപത്തിനെ പറ്റി നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. KSFE പോലുള്ള അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള പ്രൈവറ്റ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾ പോലുള്ള കമ്പനികൾക്കും ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള മറ്റൊരു തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് നിധി കമ്പനികൾ. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കമ്പനികളാണ് ഈ നിധി കമ്പനികൾ. നിധി കമ്പനികൾക്ക് ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് നിക്ഷേപം സ്വീകരിക്കാനായിട്ട് പറ്റും. അത്തരം സ്ഥാപനങ്ങളിലും കള്ളനാണയങ്ങളുണ്ട്, അത്തരം സ്ഥാപനങ്ങളിലും റിസ്ക് കൂടുതലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നിക്ഷേപിക്കാൻ ശ്രമിക്കാവുന്നതാണ്. പക്ഷെ റിസ്കിന്റെ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ നിക്ഷേപിക്കാൻ. നിധി കമ്പനികൾ കൂടാതെ മറ്റുള്ള ചില കമ്പനികൾക്ക് നിക്ഷേപം സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ബജാജ് ഫിനാൻസ് പോലുള്ള അല്ലെങ്കിൽ ടാറ്റ ക്യാപിറ്റൽ പോലുള്ള കമ്പനി കോർപ്പറേറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാറുണ്ട്. എന്റെ അഭിപ്രായത്തിൽ 4 കാര്യങ്ങളാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് വേണ്ടത് എന്നുള്ളതാണ്. ഒന്നാമത്തേത്, അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു റിട്ടേൺ തരാനായിട്ട് സാധിക്കണം. രണ്ടാമത്തേത്, നമുക്ക് എപ്പോൾ പോയാലും പൈസ തിരികെ കിട്ടാനുള്ള ലിക്വിഡിറ്റി ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത്, റിസ്ക് വളരെ കുറവോ റിസ്ക് ഇല്ലാത്തതോ ആയിരിക്കണം. നാലാമത്തേത്, അത് ടാക്സ് എഫിഷ്യന്റ്, ടാക്സിനെ നോക്കുമ്പോൾ വലിയ തെറ്റില്ലാത്തതായിരിക്കും. ഈ 4 കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ നിക്ഷേപിക്കുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വീഡിയോ സീരീസിലൂടെ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ വളരെ എഫക്റ്റീവ് ആയിട്ട് നമ്മൾക്ക് റിസ്ക് കുറച്ചുകൊണ്ട് നിക്ഷേപിക്കാം, ടാക്സ് കുറച്ചുകൊണ്ട് നിക്ഷേപിക്കാം, അതുപോലെ ലിക്വിഡിറ്റി ഉറപ്പാക്കിക്കൊണ്ട് നിക്ഷേപിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ സീരീസിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്. ഇന്ന് ഈ വീഡിയോ സീരീസിന്റെ അടുത്ത ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ നമ്മളുടെ മൊബൈൽ വഴി തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ നിക്ഷേപിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമുണ്ട്. ആ മാർഗത്തിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ കാണുന്നത്. ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.